Hello friends, I'm Sharanya. Welcome back to our channel Amaze Academy for Civil Engineering. ഇന്നത്തെ നമ്മുടെ ക്വിക്ക് റിവിഷൻ സീരീസിന്റെ ടോപ്പിക് RCC ആണ്. As you all know, concrete is a heterogeneous mixture of cement, fine aggregate, coarse aggregate, and water. When we add reinforcement or steel bars to this plain cement concrete, we get reinforced cement concrete, that is RCC. This PCC is strong in compression only, but RCC is strong in compression, tension and shear. Unit weight of RCC 25 kN per meter cube ആണ്. Unit weight of PCC 24 kN per meter cube ആണ്. സ്റ്റീലിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് RCCയിൽ 1 kN per meter cube എക്സ്ട്രാ വരാൻ കാരണം. പിന്നെ ഈ 25ഉം 24ഉം മാത്രം നോക്കി വെച്ചാൽ പോരാ, യൂണിറ്റും കൂടെ കറക്റ്റായി നോക്കണം. kN per meter cube ആണ്. ഓപ്ഷനിൽ ബാക്കിയുള്ള യൂണിറ്റ്സ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാൻ അറിയണം. കോൺക്രീറ്റിൽ ഇനേർട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അഗ്രിഗേറ്റ് ആണ്. കോൺക്രീറ്റിൽ യൂസ് ചെയ്യാനുള്ള ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും കോഴ്സ് അഗ്രിഗേറ്റിൻ്റെയും കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് IS 383/2016 പറഞ്ഞിരിക്കുന്നത്. ഇനി കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 75 mm to 4.75 mm ആണ്. സോ ഒബ്വിയസ്ലി ഫൈൻ അഗ്രിഗേറ്റിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുമ്പം 4.75-നെക്കാട്ടിലും താഴെയായിരിക്കും. ടൈപ്സ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കോൺക്രീറ്റ്: റിവർ സാൻഡ്, പിറ്റ് സാൻഡ്, എം സാൻഡ്, സീ സാൻഡ്, എക്സെട്ര. ഇനി സീവ് സൈസ് വെച്ചിട്ടുള്ള സാൻഡിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ്. 1.5875 mm ക്ലിയർ ഓപ്പണിംഗ് ഉള്ള സ്ക്രീനിൽ കൂടെ പാസ് ചെയ്യുന്ന സാൻഡ് ആണെങ്കിൽ അതിനെ ഫൈൻ സാൻഡ് എന്നാണ് പറയുക. അത് പ്ലാസ്റ്ററിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുക. 3.175 mm ക്ലിയർ ഓപ്പണിങ്ങിൽ കൂടെ പാസ് ചെയ്യുന്ന സാൻഡ് ആണെങ്കിൽ അത് കോഴ്സ് സാൻഡ് ആണ്, മെയ്സൺറിക്കാണ് യൂസ് ചെയ്യുക. 7.62 mm ഓപ്പണിങ്ങിൽ കൂടെ പാസ് ചെയ്യുന്ന സാൻഡ് ആണെങ്കിൽ അത് ഗ്രേവലി സാൻഡ് ആണ്, കോൺക്രീറ്റ് വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി കോൺക്രീറ്റ് ഉണ്ടാക്കുമ്പം മാക്സിമം ഡെൻസിറ്റി അച്ചീവ് ചെയ്യാനായിട്ടാണ് ഫൈൻ അഗ്രിഗേറ്റ്സിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാഫിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഈ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് സീവ് അനാലിസിസ് ചെയ്യണം. സീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ പല സൈസിലുള്ള സീവ്സ് ഓർഡറിൽ വെച്ചിട്ട് അത് കുറച്ച് നേരം ഷെയ്ക്ക് ചെയ്തിട്ട് അതിൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് എടുത്ത് കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ട് അതിൽ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് പാസ്റ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ കിട്ടിയ വാല്യൂസിനെ y ആക്സിസിലും x ആക്സിസിൽ സീവ് സൈസും വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഈ പ്ലോട്ട് ചെയ്ത ഗ്രാഫിനെയാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുക. ഇപ്പോൾ പറഞ്ഞ സീവ് അനാലിസിസിലൂടെ കണ്ടുപിടിക്കുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ് ഫൈനസ് മോഡുലസ്. ഫൈനസ് മോഡുലസ് ഈസ് ദ റേഷ്യോ ഓഫ് സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് മെറ്റീരിയൽ റീറ്റെയിൻഡ് ഓൺ ഈച്ച് സീവ് ഡിവൈഡഡ് ബൈ 100. ഇനി ഫൈനസ് മോഡുലസിനെ വെച്ചിട്ട് സാൻഡിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫൈൻ സാൻഡ് 2.2 to 2.6, മീഡിയം സാൻഡ് 2.6 to 2.9, കോഴ്സ് സാൻഡ് 2.9 to 3.2. 3.2-നെക്കാട്ടിലും കൂടുതൽ ഫൈനസ് മോഡുലസ് ഉള്ള സാൻഡ് നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യാറില്ല. ഫൈൻ അഗ്രിഗേറ്റ് ടു ബി യൂസ്ഡ് ഫോർ RCC ആസ് പെർ BIS: മീഡിയം സാൻഡ് ഓഫ് സോൺ 2. ഈ സോൺ 2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിൽ കിട്ടുന്ന വാല്യൂസ് അനുസരിച്ച് സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4 ആയിട്ട് സോയിലിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി കോഴ്സ് അഗ്രിഗേറ്റിനായിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഫൈനസ് മോഡുലസ് 7 ആണ്. ഫ്ലേക്കി ആൻഡ് ഇലോങ്ങേറ്റഡ് കോഴ്സ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നറിയാലോ. എപ്പോഴാണ് ഒരു കോഴ്സ് അഗ്രിഗേറ്റിനെ ഫ്ലേക്കി എന്ന് പറയുക? വെൻ ഇറ്റ്സ് ലീസ്റ്റ് ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ 3/5 or 0.6 ഓഫ് ഇറ്റ്സ് മീൻ ഡയമെൻഷൻ. ഇനി ഇലോങ്ങേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ ഇസ് ഗ്രേറ്റർ ദാൻ 9/5 or 1.8 ഓഫ് ഇറ്റ്സ് മീൻ ഡയമെൻഷൻ. ഇനി PCCയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ മാക്സിമം സൈസ് 40 mm ആണ്. RCCയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ മാക്സിമം സൈസ് 20 mm ആണ്. സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് വെച്ചതിൻ്റെ ഇടയിലേക്കൊക്കെ കോൺക്രീറ്റ് ഫുള്ളി കയറി പോകണം എന്നുള്ള റീസൺ കൊണ്ടാണ് 20 ആയിട്ട് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എ ടൈപ്പ് ഓഫ് മോർട്ടാർ വിത്ത് ബോത്ത് ലൈം ആൻഡ് സിമെൻറ്റ് ആസ് ബൈൻഡർ ആൻഡ് സാൻഡ് ആസ് അഗ്രിഗേറ്റ്. അതായത് സിമെൻറ്റും ഉണ്ടാവും, ലൈമും ഉണ്ടാവും, സാൻഡും ഉണ്ടാവും.
അങ്ങനെയുള്ള ടൈപ്പ് മോർട്ടാറിനെ പറയുന്നതാണ് ഗേജ്ഡ് മോർട്ടാർ. സാൻഡിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുമ്പം സാൻഡിൻ്റെ വോള്യൂം ഇൻക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെയാണ് ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറയുക. കോൺക്രീറ്റ് മിക്സ് ചെയ്യാനായിട്ട് വോള്യൂമെട്രിക് പ്രൊപ്പോർഷനിങ് എടുക്കുന്ന സമയത്ത് ഈ ബൾക്കിംഗ് ഓഫ് സാൻഡിനെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ ലെസ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് പെർ ബാഗ് ഓഫ് സിമെൻറ്റ് വിൽ ബി പ്രൊഡ്യൂസ്. മിനിമം സിമെൻറ്റ് കണ്ടന്റ് ഇൻ RCC ആസ് പെർ IS 456 ഈസ് 300 kg/m³. ഇനി കോൺക്രീറ്റ് മിക്സ് ചെയ്യാനും ക്യൂർ ചെയ്യാനും യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ pH ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 6. റേഷ്യോ ഓഫ് വെയ്റ്റ് ഓഫ് വാട്ടർ ടു വെയ്റ്റ് ഓഫ് സിമെൻറ്റ് ഇസ് നോൺ ആസ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ഈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ നോർമലി 0.4 to 0.6 ആണ്. മിനിമം 0.35 വരെ പോവാം, മാക്സിമം 0.6 വരെ പോവാം. കോൺക്രീറ്റ് ഉണ്ടാക്കാനായിട്ട് റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ ഇതൊക്കെ അളന്നെടുക്കുന്നതിനെയാണ് ബാച്ചിങ് എന്ന് പറയുന്നത്. ഈ ബാച്ചിങ് 2 ടൈപ്പ് ഉണ്ട്, ബാച്ചിങ് ബൈ വോള്യൂമും ബാച്ചിങ് ബൈ വെയ്റ്റും. ഈ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഗ്രേഡ് കോൺക്രീറ്റ് കിട്ടാനായിട്ട് ഏത് മിക്സ് റേഷ്യോ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് ടേബിൾ. ഈ M5, M10, M15 എന്നൊക്കെ ഉള്ളതിൽ 5ഉം 10ഉം 15ഉം ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെയാണ്. ആൻഡ് M സ്റ്റാൻഡ്സ് ഫോർ മിക്സ്. പിന്നെ ഈ മിക്സ് റേഷ്യോ എന്ന് പറയുന്നത് സിമെൻറ്റ് ഈസ് ടു ഫൈൻ അഗ്രിഗേറ്റ് ഈസ് ടു കോഴ്സ് അഗ്രിഗേറ്റ് എന്നുള്ള റേഷ്യോ ആണ്. എപ്പോഴും ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഡബിൾ ആയിരിക്കും കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ റേഷ്യോ. ഇതിൽ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളത് അതിൽ നിന്ന് ആലോചിച്ചിട്ട് എഴുതാൻ പറ്റും. ഫസ്റ്റ് M5 അത് 1:5:10, രണ്ടും 5 ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി M7.5 അത് 1:4:8. ഇനി M10 1:3:6. M15 1:2:4. M20 1:1.5:3. M25 1:1:2. ഇനിയുള്ള ടേബിൾ ഓരോ കൈൻഡ് ഓഫ് വർക്കിന് എത്രയാണ് മിനിമം ഗ്രേഡ് യൂസ് ചെയ്യേണ്ടത് എന്നാണ്. PCC M15, RCC M20, വാട്ടർ ടാങ്ക് M30. സീ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ PCC മിനിമം M20 എങ്കിലും വേണം, RCC M30 എങ്കിലും വേണം. ഇനി പോസ്റ്റ് ടെൻഷനിങ്ങിന് M30, പ്രീ ടെൻഷനിങ്ങിന് M40. സിമെൻറ്റും അഗ്രിഗേറ്റും വാട്ടറും അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യാനായിട്ട് കോൺക്രീറ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അഡ്മിക്സ്ചർ എന്ന് പറയുന്നത്. പല കൈൻഡ്സ് ഓഫ് അഡ്മിക്സ്ചേഴ്സ് ഉണ്ട്. കോൺക്രീറ്റിൻ്റെ സെറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അഡ്മിക്സ്ചേഴ്സിനെയാണ് ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാൽഷ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എക്സെട്ര. ഇനി ഇതേ സെറ്റിംഗ് ടൈമിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്ന അഡ്മിക്സ്ചേഴ്സിനെയാണ് റിട്ടാർഡേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ എക്സാമ്പിൾ കോമൺ ഷുഗർ, ജിപ്സം, സ്റ്റാർച്ച് എക്സെട്ര. ഇനി വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യാതെ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അഡ്മിക്സ്ചറാണ് പ്ലാസ്റ്റിസൈസർ ആൻഡ് സൂപ്പർ പ്ലാസ്റ്റിസൈസർ. പ്ലാസ്റ്റിസൈസറിൻ്റെ ഒരു കോമൺ എക്സാമ്പിൾ സിങ്ക് ആണ്. സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് പൊതുവെ പേറ്റൻറ്റഡ് പ്രോഡക്റ്റ്സ് ആയിരിക്കും. ഇനി പ്ലാസ്റ്റിസൈസേഴ്സും സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിസൈസർ വർക്കബിലിറ്റി കുറച്ച് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഒരുപാട് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യും. വർക്കബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. The ease of mixing, transporting, placing and compacting of concrete is called workability. സോ നമുക്ക് ആലോചിക്കുമ്പോൾ തോന്നും കുറച്ച് ഫ്ലൂയിഡ് കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ വർക്കബിലിറ്റി കൂടുമല്ലോ എന്ന്. പക്ഷേ അവിടെയാണ് പ്രശ്നമുള്ളത്. ആസ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസസ്, സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഡിക്രീസസ്. ഇതിനാണ് ഡഫ് അബ്രാംസ് ലോ എന്ന് പറയുന്നത്. അതായത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും കുറയും. വർക്കബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളാണ് സ്ലം ടെസ്റ്റ്, ഫ്ലോ ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, VB ടെസ്റ്റ്. ഇനി ഈ കോൺക്രീറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴോ പ്ലേസ് ചെയ്യുമ്പോഴോ ഈ സിമെൻറ്റ് പേസ്റ്റും അഗ്രിഗേറ്റ്സും തമ്മിൽ സെപ്പറേറ്റ് ആയി പോകുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. അതിനെയാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. മേലെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ ഫ്രഷ് കോൺക്രീറ്റിൻ്റെ സെഗ്രിഗേഷനാണ് കാണിച്ചിരിക്കുന്നത്.
ഇനി സെഗ്രിഗേറ്റ് ആയ കോൺക്രീറ്റ് സെറ്റ് ആവുമ്പം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് താഴെയുള്ള ഫിഗറിലുള്ളത്. ഇത് സെഗ്രിഗേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. കോൺക്രീറ്റിൽ നിന്ന് വാട്ടർ മാത്രം പുറത്ത് വന്നിട്ട് സർഫസിൽ നിൽക്കുന്നൊരു കണ്ടീഷനാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. കോൺക്രീറ്റിൽ ഹാർഡനിങ് നടക്കുന്നത് സിമെൻറ്റിൻ്റെ ഹൈഡ്രേഷൻ കാരണമാണെന്ന് അറിയാലോ. സോ എപ്പോഴും വാട്ടറിൻ്റെ പ്രസൻസ് അവിടെ അത്യാവശ്യമാണ്. ഇതിനു വേണ്ടി കോൺക്രീറ്റിൻ്റെ സർഫസിനെ മോയിസ്റ്റ് ആക്കി വെക്കുന്നതിനെയാണ് ക്യൂറിംഗ് എന്ന് പറയുന്നത്. ഇനി RCCയിൽ റീഇൻഫോഴ്സ്മെൻറ്റിന് കൊറോഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റീഇൻഫോഴ്സ്മെൻറ്റിന് മിനിമം കവർ പ്രൊവൈഡ് ചെയ്യണം. ആ മിനിമം കവർ എത്രയാണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. Deformed concrete due to sustained loading is called creep. ഈ റിവിഷൻ സീരീസിൻ്റെ നോട്ട്സ് എല്ലാം നമ്മുടെ ആപ്പിൽ ഓവർസിയർ ഗ്രേഡ് 2 മോക്ക് ടെസ്റ്റ് സീരീസ് എന്നുള്ള കോഴ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാറ്റിനുള്ള സൊല്യൂഷൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ KWAക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി വേറൊരു സെപ്പറേറ്റ് സീരീസ് തന്നെയുണ്ട്. ആപ്പ് ആൻഡ്രോയിഡിലും iOSലും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇനി മിനിമം ഡേയ്സ് ടു റിമൂവ് ഫോം വർക്ക് ആണ്. വേർട്ടിക്കൽ ഫോം വർക്ക് ആണെങ്കിൽ അതിപ്പോൾ കോളവും ബീമും സ്ലാബും ഏതും. വേർട്ടിക്കൽ ഫോം വർക്ക് ആണെങ്കിൽ 16 to 24 hours. സോഫിറ്റ് ഫോം വർക്ക് ഫോർ സ്ലാബ്സ് 3 days. സോഫിറ്റ് ഫോം വർക്ക് ഫോർ ബീംസ് 7 days. ഇനി പ്രോപ്സ് ആണെങ്കിൽ അത് സ്പാനിനെ ഡിപ്പെൻഡ് ചെയ്യും. പ്രോപ്സ് ഫോർ സ്ലാബ്സ് ഓഫ് സ്പാൻ less than or equal to 4.5 meter is 7 days. For span greater than 4.5 meter it is 14 days. ഇനി ബീം ആണെങ്കിൽ സ്പാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 മീറ്റർ ആണെങ്കിൽ 14 days, ഗ്രേറ്റർ ദാൻ 6 മീറ്റർ ആണെങ്കിൽ 21 days. ഇത് മെയിൻ ആയിട്ടുള്ള കുറച്ച് IS കോഡ്സ് ആണ്. എർത്ത് റെസിസ്റ്റൻസ് സ്ട്രക്ചേഴ്സ് IS 1893 2002, ഡക്റ്റൈൽ ഡീറ്റെയിലിംഗ് IS 13920 1993, ഡിസൈൻ ഓഫ് വാട്ടർ ടാങ്ക് IS 3370 2009, ഡിസൈൻ ഓഫ് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് IS 1343 2012. കോൺക്രീറ്റിൻ്റെ എക്സ്പോഷർ കണ്ടീഷൻ വെച്ചിട്ടാണ് മിനിമം കവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ IS കോഡിൽ. മൈൽഡ് കണ്ടീഷൻ ആണെങ്കിൽ 20 mm, മോഡറേറ്റ് ആണെങ്കിൽ 30 mm, സിവിയർ ആണെങ്കിൽ 45 mm, വെരി സിവിയർ ആണെങ്കിൽ 50 mm, എക്സ്ട്രീം ആണെങ്കിൽ 75 mm. മിനിമം കവർ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ഇൻ എ കോളം പറഞ്ഞിട്ടുണ്ട് 40 mm. അതുപോലെ ഫൂട്ടിങ്ങിൽ മിനിമം കവർ 50 mm. നമ്മൾ കുറേ കോൺക്രീറ്റിൻ്റെ ക്യൂബ്സ് എടുത്തിട്ട് കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിൽ മോർ ദാൻ 95% ഓഫ് ദ സാമ്പിൾസ് ഒരു പെർട്ടിക്കുലർ ലോഡ് എത്തിയിട്ടും ഫെയിൽ ആവുന്നില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, 5% കുറവ് സാമ്പിൾസ് മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ ലോഡ് എത്തുമ്പം ഫെയിൽ ആവുള്ളൂ എന്ന് വിചാരിക്കുക. ഈ ഒരു ലോഡിനെ കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ സർഫസ് ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന സ്ട്രെസ്സിനെയാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുക. ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് സാമ്പിൾസ് ആർ എക്സ്പെക്റ്റഡ് ടു ഫെയിൽ ഇസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ഈക്വൽ ടു 5000 √FCK, where FCK is characteristic compressive strength. ഇനി ഫ്ലക്ചറൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് വിൽ ബി ഈക്വൽ ടു 0.7 √FCK. കോൺക്രീറ്റിൻ്റെ പോയ്സോൺസ് റേഷ്യോ 0.15, സ്റ്റീലിൻ്റെ പോയ്സോൺസ് റേഷ്യോ 0.3. ഇനി നമ്മൾ സ്റ്റീലിൽ കണ്ടിന്യൂസ് ആയി ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ചെറിയ ലോഡുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ടെൻഷൻ അപ്ലൈ ചെയ്ത ശേഷം ആ ടെൻഷനെ റിമൂവ് ചെയ്താൽ ഈ സ്റ്റീല് വീണ്ടും പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. ഈ പ്രോപ്പർട്ടീനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. ഒരു പെർട്ടിക്കുലർ ലോഡ് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഉണ്ടാവില്ല. ആ പോയിന്റിന് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുക. സോ ഈ സ്റ്റീലിൻ്റെ ഷേപ്പ് പെർമനൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം സ്ട്രെസ്സിനെയാണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുക. ഈ സ്ട്രെസ് നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പോയിന്റ് എത്തുമ്പം സ്റ്റീൽ ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആവാതെ നമുക്ക് മാക്സിമം എത്ര ടെൻസൈൽ സ്ട്രെങ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്.
മൈൽഡ് സ്റ്റീൽ അഥവാ FE450യുടെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് 410 MPa. ഈ FE250യുടെ 250 വന്നിട്ട് ഈൽഡ് സ്ട്രെങ്ത്തും അൾട്ടിമേറ്റ് സ്ട്രെങ്ത് 410 ആണ്. അതുപോലെ HYSD ബാർസ് FE450നും FE500ഉം. ഇതിൽ FE450ൻ്റെ ഈൽഡ് സ്ട്രെങ്ത് 415ഉം അൾട്ടിമേറ്റ് സ്ട്രെങ്ത് 485ഉം ആണ്. അതുപോലെ FE500ൻ്റെ ഈൽഡ് സ്ട്രെങ്ത് 500ഉം അൾട്ടിമേറ്റ് സ്ട്രെങ്ത് 585 MPaയും ആണ്. എപ്പോഴും ഈൽഡ് സ്ട്രെങ്ത്തിനെയും കാട്ടിലും കൂടുതലായിരിക്കും അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഒരു RCC ബീമിൽ എപ്പോഴും സ്റ്റീലും കോൺക്രീറ്റും ഒരുമിച്ചായിരിക്കും ലോഡ് എടുക്കുക. പക്ഷെ കോൺക്രീറ്റിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡും സ്റ്റീലിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അത് മെറ്റീരിയൽ പ്രോപ്പർട്ടീനെ മാത്രമല്ല സെക്ഷണൽ പ്രോപ്പർട്ടീനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ മാക്സിമം എടുക്കാൻ പറ്റുന്ന ലോഡ് എന്ന് പറയുന്നത്. RCC ബീമിൽ സ്റ്റീലിൻ്റെ മുമ്പ് കോൺക്രീറ്റ് ഫെയിൽ ആവുന്ന ടൈപ്പ് ഓഫ് ബീമാണ് ഓവർ റീൻഫോഴ്സ്ഡ് ബീം. ഓവർ റീൻഫോഴ്സ്ഡ് അതായത് റീൻഫോഴ്സ്മെൻറ്റ് ഓവറാണ്. സോ സ്റ്റീൽ ഫസ്റ്റ് ഫെയിൽ ആവില്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. RCC ബീം ഇൻ വിച്ച് സ്റ്റീൽ ഫെയിൽസ് ബിഫോർ കോൺക്രീറ്റ്. അതായത് ഇവിടെ സ്റ്റീൽ ആദ്യം ഫെയിൽ ആവും കോൺക്രീറ്റ് ഫെയിൽ ആവുന്നതിന് മുമ്പ്. അങ്ങനെയുള്ളതിനെയാണ് അണ്ടർ റീൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. അണ്ടർ റീൻഫോഴ്സ്മെൻറ്റ് പോരാ, സോ സ്റ്റീൽ ഫസ്റ്റ് ഫെയിൽ ആവും. ഈ സ്റ്റീൽ ഫെയിൽ ആവണതും കോൺക്രീറ്റ് ഫെയിൽ ആവണതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഈ സ്റ്റീൽ മുമ്പം അതൊരു ഡക്റ്റൈൽ ഫെയിലിയർ ആയിരിക്കും. അതിന് കംപ്ലീറ്റ്ലി ഫെയിൽ ആവാൻ കുറച്ചധികം സമയം വേണം. നമുക്ക് ക്രാക്ക് ആയിട്ടും ഡിഫ്ലക്ഷൻ ആയിട്ടും ഒക്കെ വാർണിങ്സ് കിട്ടും, ഇത് ഫെയിൽ ആവാൻ പോവുകയാണ്, ഇതിനെ റിപ്പയർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ കോൺക്രീറ്റ് ആണ് ഫസ്റ്റ് ഫെയിൽ ആവുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ബ്രിട്ടിൽ ഫെയിലിയർ ആയിരിക്കും, എല്ലാം പെട്ടെന്ന് വീഴും. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും അണ്ടർ റീൻഫോഴ്സ്ഡ് ബീമാണ് ഡിസൈൻ ചെയ്യുമ്പം പ്രിഫർ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഓവർ റീൻഫോഴ്സ്ഡ് ബീം ഡിസൈൻ ചെയ്യാൻ പാടില്ല. ഇനി ഒരു RCC കാൻറ്റിലിവർ ബീമിൻ്റെ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ അപ്പർ സൈഡിലാണ് കൊടുക്കുന്നത്. കാരണം കാൻറ്റിലിവർ ബീമിൽ ടോപ്പ് സൈഡിലാണ് ടെൻഷൻ വരുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ പക്ഷേ ബോട്ടം സൈഡിലാണ് ടെൻഷൻ വരുന്നത്. സോ അവിടെയാണ് നമ്മൾ മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ടെൻഷൻ എവിടെയാണോ വരുന്നത് അവിടെയാണ് മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് വേണ്ടത്. കാരണം കോൺക്രീറ്റിന് ടെൻഷൻ എടുക്കാൻ പറ്റില്ല. സോ ഈ ടെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് RCCയിൽ യൂസ് ചെയ്യുന്നത്. Effective span is the least of center to center distance of supports and clear span plus effective depth. അതായത് ഇഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് സപ്പോർട്ട്സ് കണ്ടുപിടിക്കുക, പിന്നെ ക്ലിയർ സ്പാൻ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് ചെയ്യുക. എന്നിട്ട് ഇതിൽ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും ഇഫക്റ്റീവ് സ്പാൻ. താങ്ക് യു.